ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്ത് ബംഗ്ലാദേശും പാകിസ്ഥാനും സംയുക്തമായി വമ്പൻ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് രാജ്യത്തെ സുരക്ഷ ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി 4096 കിലോമീറ്റർ ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതിർത്തി സുരക്ഷാ സേനയുടെ കിഴക്കൻ കമാൻഡ് ഓപ്സ് അലേർട്ട് ആരംഭിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്നുകൊണ്ട് ഈ അതിർത്തിയിൽ ഉൾഫ എന്ന് പറയുന്ന വിഘടനവാദ സംഘടനയെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ISIയുടെ തലവന്മാർ ഇപ്പോൾ നമ്മുടെ സിലിഗുരി കോറിഡോറിൽ നിന്നും 134 കിലോമീറ്ററും ഇപ്പുറമുള്ള ബംഗ്ലാദേശിലെ ഒരു സ്ഥലമായിട്ടുള്ള രംഗ്പൂരിൽ വന്ന് സ്ഥിതി ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇനി 26-ാം തീയതി, അതായത് റിപ്പബ്ലിക് ദിനമാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ റിപ്പബ്ലിക് ദിനമാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വമ്പൻ ആക്രമണമാണ് അതിർത്തിയിൽ ബംഗ്ലാദേശ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ സൈന്യത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. BSFലെ ഈസ്റ്റേൺ കമാൻഡന്റിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ രവി ഗാന്ധിയും ദക്ഷിണ ബംഗാൾ അതിർത്തിയിൽ പര്യടനം നടത്തുന്നുണ്ട്. സേനയും ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള അതിർത്തിയിൽ ജനങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ അവലോകനം ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിലെ മാറിയ സാഹചര്യം കണക്കിലെടുത്താണ് രാജ്യത്തിന്റെ 76-ാമത് റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓപ്സ് അലേർട്ട് ആരംഭിച്ചതായി കൊൽക്കത്തയിലെ BSF ഹെഡ്ക്വാർട്ടേഴ്സ് സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും അതിർത്തിയിലെ എല്ലാ ഔട്ട് പോസ്റ്റുകളും ശക്തിപ്പെടുത്തുന്നതിനുമായി IBPക്ക് സമീപമുള്ള BSFന്റെ എല്ലാ ഫീൽഡ് രൂപീകരണങ്ങളിലും ഓപ്സ് അലേർട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. പ്രധാനമായും ബംഗ്ലാദേശും ISIയും ഉൾഫ എന്ന് പറയുന്ന സംഘടനയും ചേർന്നാണ് അതിർത്തിയിൽ ഈ അറ്റാക്ക് നടത്താനുള്ള ഒരു നീക്കം നടത്തുന്നത്. ബംഗ്ലാദേശിൽ പാകിസ്ഥാനികൾ 70ഓളം കൊടും ഭീകരരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇവർ പാക് കപ്പലിലാണ് എത്തിയത്. എന്നാൽ ഇവരെ ഒരു പരിശോധന പോലുമില്ലാതെ ബംഗ്ലാദേശിലേക്ക് കടത്തിവിടുകയും ഈ ഭീകരർ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് യാതൊരുവിധ അറിവും ബംഗ്ലാദേശിലെ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമം സിലിഗുരി കോറിഡോർ വഴി നടത്തുന്നുണ്ടോ എന്നും നമ്മുടെ ഇന്ത്യൻ പട്ടാളം പരിശോധിച്ചു വരുന്നുണ്ട്. ദക്ഷിണ ബംഗാൾ അതിർത്തിയിലെ പ്രവർത്തന തയ്യാറെടുപ്പിനും തന്ത്രപരമായ വിന്യാസത്തിനും ADG മേൽനോട്ടം വഹിക്കുന്നു. എല്ലാ ഫീൽഡിലും രൂപീകരണങ്ങളോടും ജാഗ്രത വർദ്ധിപ്പിക്കാനും ജാഗ്രത പാലിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനാണ് ബംഗ്ലാദേശ് മുതിരുന്നത് എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ ഇന്റലിജൻസിനടക്കം ലഭിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഓപ്സ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.